സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപി ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ 2-4 സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു പ്രത്യേക ക്ഷണിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അദ്ദേഹം ആരോടും വോട്ട് അഭ്യർത്ഥിക്കുകയോ സിനിമാക്കാരോട് നിങ്ങൾ വന്നിട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറയുകയോ ചെയ്തില്ല. അത് അദ്ദേഹത്തിന് മാന്യത. ഞാനൊരു പത്രക്കാരന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ചോദിച്ചു, ഞാൻ എൻ്റെ ഹൃദയം വേണമെങ്കിൽ കൊടുക്കും. എന്നെ വിളിച്ച് പറയുകയാണ്, എനിക്ക് കിഡ്നി മാറ്റി വെക്കണം, കിഡ്നി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് കൊടുക്കും. പക്ഷെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തെയാണ്. അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കട്ടെ, ഞാൻ പോയി വർക്ക് ചെയ്യും. അദ്ദേഹം BJP എന്ന രാഷ്ട്രീയം, വർഗീയ കക്ഷി ആയിട്ടുള്ള BJP ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ അടുപ്പിക്കാം, എങ്ങനെ തമ്മിലടുപ്പിക്കാം, എങ്ങനെ മതപരമായി വേർതിരിക്കാമെന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരു പാർട്ടിയുടെ വക്താവായി നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഇവിടെ സ്വരാജ്. നല്ല മനുഷ്യനാണ്, സംശയമൊന്നുമില്ല. നന്നായി പ്രസംഗിക്കും, പുസ്തകം വായിക്കും, നല്ല പാർട്ടിക്കാരനാണ്. പക്ഷെ നല്ലൊരു പൊതുപ്രവർത്തകനല്ല. അങ്ങനെ നമുക്കറിയാം ഏത് പൊതുപ്രവർത്തനത്തിലാണ് സ്വരാജിന്റെ നിലപാടെടുത്തിട്ടുള്ളത്. ഈ 12-കാരൻ്റെ 42-കാരൻ്റെ അകമ്പടിയിൽ പോകുന്ന ഈ രാജാവിനെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടാകും, എനിക്കറിയില്ല. ഈ നടന്ന ഞാൻ പറഞ്ഞതിലുള്ള സമരങ്ങൾ, ഭൂസമരങ്ങളായാലും ശരി, ആദിവാസി സമരങ്ങളായാലും ശരി, ആശാവർക്കർമാരുടെ സമരമായാലും ശരി, നേഴ്സസിന്റെ സമരമായാലും ശരി, സ്വരാജിന്റെ നിലപാടെന്തായിരുന്നു? സ്വരാജ് എവിടെയായിരുന്നു? പാർട്ടി പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. സൗഹൃദം വേറെ, തിരഞ്ഞെടുപ്പിൽ നമ്മുടെ രാഷ്ട്രീയം വേറെ. അങ്ങനെ ആരാണ് ഷൗക്കത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അതുവരെ വർക്ക് ചെയ്യാൻ ഞാൻ ഒരു ദിവസം പോയുള്ളൂ. എന്നെ വിളിച്ചൊന്നുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല കേട്ടോ, അത് അവരുടെ മര്യാദ. അല്ലാതെ ഷൗക്കത്ത് വിളിച്ചിട്ടുള്ള നിലമ്പൂർ പാട്ടിനൊക്കെ ഞാൻ എവിടുന്നൊക്കെയോ ഓടി തെറിച്ച് പോയിട്ടുണ്ട്. കാരണം അയാൾക്ക് മനുഷ്യന്മാർ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതാണ് നിലമ്പൂർക്കാരുടെ പ്രത്യേകതയാണ്. നിലമ്പൂർക്കാർ ഇജ്ജി എവിടെയാണ്, ഞാൻ എവിടെയാണ്, ഇജ്ജി പോയതൊക്കെ ചോദിക്കുന്ന പ്രത്യേക തരത്തിൽ ബന്ധമാണ്. എൻ്റെ ഭാര്യ വീട് നിലമ്പൂരാണ്. എനിക്ക് ശരിക്കും വോട്ടില്ല അവിടെ, വേണമെങ്കിൽ കള വോട്ടൊക്കെ ചെയ്യായിരുന്നു. 4 വോട്ട് വീട്ടിലുണ്ടായിരുന്നു. 4 വഴിക്ക് പോയി. പക്ഷെ നമ്മൾ സഖാവല്ലാത്തതുകൊണ്ട് കള വോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഒരു ലൈൻ അറിയില്ല, അതുകൊണ്ട് ചെയ്തില്ല.